ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളത് എങ്ങനെ ഹോർമോണൽ ഇംബാലൻസിനെ നാച്ചുറലി അക്യുപങ്ക്ചർ വഴി നിങ്ങൾക്ക് സുഖപ്പെടുത്താം എന്നുള്ള ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തിട്ടൊന്നും ഈ ഒരു വീഡിയോ കാണാതിരിക്കുക. കറക്റ്റായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഹോർമോണൽ ഹീലിംഗ് നാച്ചുറലി വിത്ത് അക്യുപങ്ക്ചർ. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നാച്ചുറലി അവരുടെ ശരീരം കൊണ്ട് തന്നെ എങ്ങനെ ഹീൽ ചെയ്യിപ്പിക്കാം അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളത്. ആദ്യം തന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്താണ് ഡെഫിഷ്യൻസി, എന്താണ് ബുദ്ധിമുട്ട്, അതിനെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അതിനെ എങ്ങനെ ഹീൽ ചെയ്യിപ്പിക്കാം, അതേപോലെ നമ്മൾക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു മാരീഡ് ആയിട്ടുള്ള വുമണിനെയാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നുള്ളത്. അവർക്കുള്ള ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഒക്കെ പറയാനാണ്. അവർ ഫേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളും അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ അവര് ഇപ്പൊ ഫേസ് ചെയ്യുന്നുള്ളത് കുഞ്ഞുങ്ങളില്ലാതെ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും ആണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്. അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേര് സഫോമി സോൾ എന്നാണ്. ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആക്സസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ തീർച്ചയായും ലൈഫ് ടൈം നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നിൽക്കാം എന്നുള്ളതാണ്. ഹായ്, എൻ്റെ പേര് സഫ്ര. ഞാനൊരു ഹീലറാണ്, അക്യുപങ്ക്ചറിസ്റ്റ് ആണ്. ഞാൻ വെൽനസ് കോച്ചും കൂടിയാണ്. ഞാൻ ഈ ഒരു പ്രസന്റേഷനിലൂടെ, ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നുള്ളത് ഒരുപാട് സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ഹോർമോണൽ ഇംബാലൻസ്. അതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്യാം എന്നുള്ളൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നിരിക്കുന്നു. ആദ്യം തന്നെ ഇത് കാണുന്നവർ എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, സ്ത്രീകളായിട്ടുള്ള പലരും ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവരുടെ പീരിയഡ്സ്, ആ ഒരു മാസമുറ കറക്റ്റായിട്ട് വരാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഡിലേ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെൻസ്ട്രേഷൻ ആയിരിക്കും, അല്ലേ? 15 ദിവസത്തിലൊക്കെ കൂടുതലായിട്ടുള്ളൊരു മെൻസ്ട്രേഷൻ ഒക്കെ ആയിരിക്കും. പിന്നെ അതേപോലെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും ആൾക്ക്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്താണെന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും, ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് എന്താ പറയുക, അവരെ ഭയങ്കരമായിട്ട് കരയുന്ന ഒരവസ്ഥയായിരിക്കും, ദേഷ്യം പിടിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകും ഈ ഒരു സമയത്ത്. പിന്നെ അതേപോലെ ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയാണ്, കൺസീവ് ആവാത്തൊരവസ്ഥയൊക്കെ അതിലൂടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അല്ലേ? നോർമലി നമ്മളെ സമൂഹത്തിൽ ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എന്ന് ചോദിക്കുന്നുള്ളത് വിശേഷായില്ലേ, വിശേഷായില്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും നമ്മളൊരു ഫംഗ്ഷനിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിശേഷായില്ലേ എന്നുള്ളത്. ആണോ? നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചാറ്റിലൊന്ന് റെസ്പോണ്ട് ചെയ്യൂ, മെസ്സേജ് ഒന്ന് കമൻറ്റ് ഇടൂ, അല്ലേ? നിങ്ങൾ ആ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും. പക്ഷേ അത് എന്തുകൊണ്ട് സമൂഹം അങ്ങനെയാണ്? ഏഹ് കല്യാണം കഴിഞ്ഞാൽ ഒരു കുട്ടിയായില്ലേ, വിശേഷായില്ലേ, വിശേഷായില്ലേ. വിശേഷം കഴിഞ്ഞാൽ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരു കുത്തുവാക്കുകളായിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത കുട്ടിയായില്ലേ, ഇനി എന്നാ ഒരു കുട്ടി മതിയോ, ആൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കുട്ടി വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമാണ് നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത്. അതിനെ നമ്മൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല. പക്ഷെ മാറേണ്ടത് നമ്മളാണ്, അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ അവരോട് സംസാരിക്കാനും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് വളർത്തിക്കൊണ്ടുവരാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അല്ലെങ്കിൽ നമ്മൾ അതിനെയും കേട്ടിട്ട് വന്നിട്ട് വീട്ടിലിരുന്നിട്ട് വീട് കതകും അടച്ചിട്ട് ബെഡിലിരുന്നിട്ട് കരയുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലെ? ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കിയിട്ട് വിതുമ്പുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. ആണോ? ഏഹ്? അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഒന്ന് കമന്റ് ഇടൂ. നിങ്ങൾ അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ ലൈഫിൽ എപ്പോഴെങ്കിലും? ആ ആ ഒരു കരച്ചിൽ വിതുമ്പുന്ന കണ്ണീരൊഴുക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു വേർഡ്സിന് വേണ്ടിയിട്ട് വിശേഷായില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും അങ്ങനെ കടന്നു പോയ ആളുകളാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഈ ഇറഗുലർ പീരീഡ്സ് ഉള്ള ആളുകളിൽ ഭയങ്കരമായിട്ട് ഹെവിനെസ് ബ്ലീഡിങ് ഉണ്ടാവും. ഉണ്ടാവാറുണ്ടോ? ചില ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ എൻ്റെ അടുത്ത് വന്ന പലരും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഭയങ്കരമായിട്ട് ഹെവി ബ്ലീഡിങ് ഉള്ള ഒരു അവസ്ഥ. അവരുടെ ഗർഭപാത്രത്തിൽ തടിപ്പൊക്കെ കൂടുന്ന ഒരവസ്ഥ. പക്ഷെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ്സ് എടുക്കും, ഹോർമോൺസിന്റെ ടാബ്ലറ്റ്സ് എടുക്കും. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. ആണോ? അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് ഇറഗുലർ പീരിയഡ്സ്, മൂഡ് സ്വിങ്സ്, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, കൺസീവ് ആവാത്ത അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് എന്ന് പറയുന്നുള്ളത് നാച്ചുറലി ഡ്രഗ്ലെസ് ഒന്നുമില്ലാതെ മരുന്നില്ലാത്ത ഒരു ചികിത്സാ മെത്തേഡാണ് അക്യുപങ്ക്ചർ അഥവാ മെറിഡിയൻ മാസ്റ്ററിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. എത്ര ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവില്ല അല്ലേ? ഇതൊക്കെ ഫേക്ക് ആയിരിക്കും. ഏഹ്? ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലൊക്കെ നടക്കുന്നുള്ളതൊക്കെ. പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുള്ളത് അവസാനം നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എല്ലാവരും എത്താറുള്ളത് പല ചികിത്സകളും നടത്തിയിട്ട് അവര് ഒരു ഡ്രഗ്ലെസ് ഡ്രഗ്സിന് അടിമയായിട്ട് ആ ഒരു മരുന്നിന് അടിമയായിട്ട് കാലങ്ങളായിട്ട് മെഡിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ട് അഡിക്ഷൻ ആയിട്ട് മാറിയ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരിക. ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നില്ല. നമ്മൾ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ആ ഒരു മെഡിസിന് ചിലപ്പോൾ അഡീഷൻ ആയിരിക്കും. ഈ ഹോർമോൺ ടാബ്ലറ്റ്സ് ഇറക്കി എടുത്തിട്ട് ആ ഒരു ഹോർമോൺ ടാബ്ലറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ കറക്റ്റായിട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ മോഡേൺ മെഡിസിൻ എടുത്തിട്ടുണ്ടാവും, ഹോമിയോ മെഡിസിൻ എടുത്തിട്ടുണ്ടാവും, അതേപോലെ യുനാനി, അപ്പോൾ അങ്ങനെ ആയുർവേദിക് പലതരത്തിലുള്ള നിങ്ങളുടെ ആ ഒരു ചികിത്സകളൊക്കെ ട്രൈ ചെയ്തിട്ട് അവസാനമായിരിക്കും നമ്മളുടെ ഈ ഒരു അക്യുപങ്ക്ചർ എന്നുള്ള ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് നിങ്ങൾ വരാറുള്ളത്. എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ആളുകള് ഇതിന് വിശ്വസിക്കാന് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ഉള്ളത്. മരുന്നില്ലാതെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ളൊരു തോട്ട്സ് ഒക്കെയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തില് നമ്മുടെ ശരീരം എന്ന് പറയുന്നുള്ളത് പ്രകൃതിക്കും കൂടി ഇണങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രകൃതിയിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് എന്താന്ന് പറഞ്ഞാല് മരം. അല്ലെ? മരമില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ആണോ? ചിന്തിച്ചൊന്ന് നോക്കിയേ. പിന്നെ അതേപോലെ ഫയർ. ഫയർ എന്ന് പറയുന്നില്ല സണ്ണ് അല്ലെങ്കിൽ തീ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നമ്മൾക്ക് ആ ഒരു സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പൊ അതില്ലെങ്കിൽ നമ്മൾക്ക് ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇല്ല. അതേപോലെ മൂന്നാമത്തേതാണ് ഭൂമി, മണ്ണ്. ഇത് നമ്മള് ഒരു ഒരു സ്പിരിച്വലി നമ്മൾ കണക്ഷൻ ഉള്ളതാണ് ഈ ഒരു മണ്ണെന്ന് പറയുന്നത് അല്ലെ? ഓരോരോ ആചാരപ്രകാരം ഓരോരോ മതത്തിലും അവരുടേതായ രീതിയിൽ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. മുസ്ലിംസ് ആണെങ്കിൽ അവർ നിസ്കരിക്കുമ്പോൾ തല എന്താ മണ്ണിലേക്ക് താഴ്ത്തപ്പെടും അല്ലെങ്കിൽ അവരുടെ അള്ളാഹുവിലേക്ക് താഴ്ത്തപ്പെടും എന്നുള്ളത്. ക്രിസ്ത്യൻസിലാണെങ്കിൽ അവർ മണ്ണിലേക്ക് മുട്ടിനെന്ന് താഴ്ത്തപ്പെടുന്നുണ്ട് ദൈവത്തിന്റെ മുന്നിൽ അല്ലെ? ഹിന്ദുസ് ആണെങ്കിലും പല രീതിയിലുള്ള മതത്തിലാണെങ്കിലും ആ ഒരു മണ്ണിലേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? അപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ നമ്മളൊക്കെ നോർമലി കടന്നു പോകുന്നുള്ളത് ആ ഒരു മണ്ണിലാണ് നമ്മളുടെ ആ ഒരു ശരീരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു ആ ഒരു സ്പിരിച്വലി നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ മണ്ണിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെയാണൊക്കെ നമ്മളാണ് മുസ്ലിംസ് വിശ്വസിക്കാറുള്ളത്. അപ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെ മണ്ണ് നമ്മൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്.
പിന്നെ അതേപോലെ വായു. വായു ഇല്ലാതെ നമ്മൾക്ക് ശ്വസിക്കാതെ നമ്മളെ ലൈഫിൽ ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അല്ലേ? വായു എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വായു ശ്വസിക്കാതെ ആ ഒരു ശ്വാസം നിലച്ചു പോയാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നിശ്ചലമായിരിക്കും. അല്ലേ? ആ ഒരു റൂഹ് ഇല്ലാതാവുമ്പോൾ നമ്മൾ നിശ്ചലമായിരിക്കും. ആ വായു നമ്മളെ ലൈഫിൽ നിന്ന് ഒരു സമയം എപ്പോഴാണെങ്കിലും പോകും. പക്ഷെ അതുവരെ നമ്മൾക്ക് വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അതേപോലെ വെള്ളം, വാട്ടർ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഈ ഒരു അക്യുപങ്ക്ചർ തിയറിയിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിലുള്ള ഏറ്റവും വലിയൊരു തിയറിയാണ് 5 എലമെന്റ് തിയറി എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, മരം, ഫയർ, മണ്ണ്, അതേപോലെ വായു, അതേപോലെ വെള്ളം, ഇത്രയും കാര്യങ്ങൾ ഇല്ലാണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പ്രകൃതിയോട് കൂടി ഇണങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്. എത്ര ആൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന്? ഒന്ന് ചാനലിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു നാച്ചുറൽ വേയില് എങ്ങനെ നമ്മളുടെ ശരീരത്തിലുള്ള ബുദ്ധിമുട്ടിനെ, ഹോർമോണൽ ഇംബാലൻസിനെ സുഖപ്പെടുത്താം എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് മരുന്നില്ലാത്തൊരു ചികിത്സയെ നിങ്ങൾ ഈ ഒരു മുമ്പിലൂടെ നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള മോഡേൺ മെഡിസിനൊക്കെ ഞാൻ എതിരൊന്നുമല്ല. നമ്മൾക്ക് ചില കാരണങ്ങളാൽ ചില സമയത്തൊക്കെ നമ്മൾക്ക് അത്യാവശ്യമാണ്. തീർച്ചയായും ഞാൻ അതിനൊന്നും എതിരല്ല. നമ്മൾക്ക് മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആയുർവേദിക് വേണ്ടി വരും, അല്ലെങ്കിൽ യുനാനി, ഹോമിയോ, പലതരത്തിലുള്ള മെഡിസിൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സയന്റിഫിക്കലിയും ഒക്കെ വളർന്നു വരുന്ന ഒരു കാലമാണ്. അതെ, ഒരിക്കലും ഞാൻ അതിനെ തള്ളി പറയുന്നില്ല. ഇതൊക്കെ വേണം നമ്മുടെ ലൈഫിൽ. പക്ഷെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആളുകൾക്ക് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് ആളുകൾക്ക് കൺസീവ് ആവാത്ത അവസ്ഥ, കുഞ്ഞുങ്ങൾ ജനിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ളൊരു വേ ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിന് എങ്ങനെയാണ്, എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് മില്യൺ കണക്കിന് ആളുകൾ ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നത് PCOD, PCOS എന്നുള്ള ഒരു കാര്യമാണ്. അല്ലേ? അപ്പം ഇതിലൂടെ സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് ആളുകള് ഈ ഒരു ടോപ്പിക്കായിട്ട് PCOD, പക്ഷെ ഇതെന്താണ്, എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ റൂട്ട് കോസ് ഒന്നും ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നില്ല, ഇമോഷണലി ഭയങ്കരമായിട്ട് ആള് എന്തായിരിക്കും, ഡിസ്ട്രെസ് ആയിരിക്കും. ഇമോഷണലി ഭയങ്കര ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആളുകൾ. പിന്നെ അതേപോലെ ഫിസിക്കലി അവർ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുന്ന ആളായിരിക്കും. ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഹെയർ ഫോള്, അങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കലി അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നെ അതേപോലെ സോഷ്യൽ, അല്ലെ, നമ്മൾക്ക് പുറത്ത് പോകാൻ പറ്റാതെ വെയിറ്റ് കൂടിയ ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, ആളുകൾ നമ്മളുടെ ഫാമിലിയിലൊക്കെ ആളുകൾ എന്താ തടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുള്ളത് എന്തിനാ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ആണോ? നിങ്ങൾക്ക് അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടോ? എന്ത് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത്? അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകളാണ് PCODയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു PCOD അല്ലെങ്കിൽ PCOS എന്ന് പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് പേരിട്ട് വിളിക്കുന്നത്, ഇത്തരത്തിലുള്ള സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇത് സ്ത്രീകള് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന, സൈലന്റ് ആയിട്ട് ഉള്ളിലൊതുക്കിക്കൊണ്ട് ആരോടും പറയാൻ പറ്റാതെ, അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ, സങ്കടങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അല്ലെ? മോസ്റ്റ് സ്ത്രീകളും, അധിക സ്ത്രീകളും അങ്ങനെ ആ ഒരു ചലഞ്ചിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഇനി ഹോർമോണൽ ഇംബാലൻസിന്റെ സിംറ്റംസ് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാം? നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. പക്ഷേ അത് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, അത് നോട്ട് ചെയ്യുന്നതും അതിനെ ചികിത്സിക്കുന്നതും. പക്ഷേ അതിന്റെ സൈനിങ് ആയിട്ട്, അത് സിമ്പിളായിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ രീതിയിലൊക്കെ തരുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യാതെ നമ്മളെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആണോ? അങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിന്റെ സൈലന്റ് ആയിട്ട് ആ ഒരു സിംറ്റംസ് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ആവും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ ഇറഗുലർ ആയിരിക്കും. ആ പീരിയഡ്സ് ഇറഗുലർ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ വരാതെ ഡിലേ ആയിട്ട് 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 6 മാസം ഒക്കെ പീരിയഡ്സ് വരാത്തൊരവസ്ഥ, സ്പോട്ടിങ് ചെറുതായിട്ടുള്ളത്,
അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ്, ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻഫുൾ അനുഭവിക്കുന്ന ഒരവസ്ഥ, പ്രസവ വേദന അനുഭവിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. പിന്നെ അതേപോലെ ഹെയർ ലോസ് ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും, മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് നെറ്റിയൊക്കെ കയറുന്നൊരവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള മുടി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ് മുടി എന്ന് പറയുന്നത്. ഈ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ അത് പുതിയത് പ്രൊഡ്യൂസ് ആകുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇതൊക്കെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് അത്തരത്തിലുള്ള ഈ ഒരു ഹെയർ ലോസ് സംഭവിക്കുന്നത്. പിന്നെ അതേപോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെയിറ്റ് ഗെയിൻ ആവുന്നത്, നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് പെട്ടെന്ന് കൂടുന്നൊരവസ്ഥ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം സാധാരണ രീതിയിൽ കഴിക്കാറുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടത്തോടെ കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ആവും. സാധാരണ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടായ ഒരു 3 നേരത്തിൽ കഴിച്ചുകൊണ്ടുണ്ടായത് നോർമലി ഒരു 2 ബൗള് ചോറ് അല്ലെങ്കിൽ 2 ദോശയോ അല്ലെങ്കിൽ ആ 2 അപ്പം കഴിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്നും നിങ്ങൾക്കത് തികയാതെ വരും. എത്ര കഴിച്ചിട്ടും ഒരു മതിയാവാത്തൊരവസ്ഥ, വയറ് നിറയാത്തൊരു ഫീലിങ്സ്. നമ്മൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല, പിന്നെ വിശപ്പ് കൂടുന്നൊരവസ്ഥ. ഇപ്പൊ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മുമ്പ് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് വിശക്കുന്നൊരവസ്ഥ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകള് പക്ഷെ നമ്മൾക്ക് നോർമലി നമ്മളത് ഏഹ് അതിന് നോക്കൂല. ആ ഒരു വെയിറ്റ് കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. കുറച്ചും കൂടി വെയിറ്റെല്ലാം കൂടി കൂടി വന്നപ്പോ സമയത്തായിട്ട് നമ്മൾക്ക് തന്നെ ആ ഒരു ഡിഫിക്കൽട്ടി അനുഭവിക്കുമ്പോൾ ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ അതിനെ നോക്കുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കുറിച്ചിട്ട് പറയുമ്പോഴായിരിക്കും നീ വെയിറ്റ് കൂടിയല്ലോടി എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, വിശപ്പ് കൂടുന്ന ഒരവസ്ഥ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു സൈനിങ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. പിന്നെ അതേപോലെ മുഖക്കുരു, മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നുള്ള ഒരവസ്ഥ, മുഖത്ത് സ്കാറായിട്ട് ബ്ലാക്ക് സ്പോട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇമോഷൻസ് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതിൽ മുഖക്കുരു ഭയങ്കരമായിട്ട് ഉണ്ടാവും. ചില ആൾക്കാർ അതിനൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുമ്പോഴൊക്കെ അവരുടെ കൈ അങ്ങനെ ഉണ്ടായിരിക്കും, മുഖത്ത് ഇങ്ങനെ തൊടുന്നൊരവസ്ഥയായിരിക്കും, അതിനൊക്കെ പിച്ചുന്നൊരവസ്ഥ. ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതിനെ പൊട്ടി പിച്ചെടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സിനെ അതിനെ പൊട്ടിക്കുന്നൊരവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും, പല ആളുകളും പല സ്ത്രീകളും അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഒന്ന് ചാനൽ റെസ്പോണ്ട് ചെയ്യും, കമന്റ്. ഓക്കെ. പിന്നെ അതേപോലെ മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഇത് എന്താണെന്ന് പോലും സ്ത്രീകൾക്ക് അറിയാത്തൊരവസ്ഥയായിരിക്കും. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മൂഡ് സ്വിങ്സ്. ചില ആളുകൾക്ക് മൂഡ് സ്വിങ്സ് എന്താണെന്ന് പോലും അറിയില്ല. നമ്മള് നമ്മളുടെ ആ ഒരു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചുമന്നു പോകുന്ന ഒരവസ്ഥയാണ് അല്ലെ? ഭാര്യ, അമ്മ, മരുമകള്, മകള്, അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകുന്നതായിരിക്കും. എല്ലാവരെയും നോക്കേണ്ട ഒരവസ്ഥ, എല്ലാവരെയും കെയർ ചെയ്യേണ്ട, അവരെയൊക്കെ അവർ പറയുന്നതൊക്കെ കേട്ട് മുമ്പോട്ട് ലൈഫ് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലൂടെയൊക്കെയാണ് പലതരത്തിലുള്ള മൂഡ്. പല ആളുകളിൽ നിന്നും പല ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ഏതൊക്കെ ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം, എന്താണ് എൻ്റെ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു അറിയാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകും. പക്ഷെ ഈ ഒരു മൂഡ് സ്വിങ്സ് വരുന്നുള്ളത് നമ്മുടെ ശരീരത്തില് റിഫ്ലക്റ്റ് ആവും. പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് കരയുന്ന, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരവസ്ഥ, നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ ദേഷ്യം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പക്ഷേ എന്തിനാ ഞാൻ അങ്ങനെ ഷൗട്ട് ചെയ്തത്, എന്തിനാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത്, ഭയങ്കരമായിട്ട് കരഞ്ഞത് എന്തിനാണ്, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടത് എന്തിനാണ്, ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിട്ട് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥ, പെട്ടെന്ന് ചിരിക്കുന്ന ഒരവസ്ഥ. ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ കൂടുതലുള്ള ആളുകൾ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചിരി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പിന്നീട് അതിനെ ഓർത്തിട്ട് ഒരു കാര്യം ഓർത്തിട്ട് അതിനെ കുറിച്ചിട്ട് ചിരിക്കുന്ന ഒരവസ്ഥ. കുറച്ച് ഡിലേ ആയിരിക്കും ആളുകൾ ചിരിക്കുന്നുള്ളത് ആ ഒരു ടോപ്പിക്കിനനുസരിച്ച്. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ കടന്നു പോകുന്ന തരത്തിലുള്ള ആ ഒരു മൂഡ് സ്വിങ്സ് നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് റിഫ്ലക്ട് ചെയ്ത് തരും എന്നുള്ളതാണ്.
ആ ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ സിംറ്റംസിനെ നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരും എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു സിംറ്റംസ് ആണ്, ഇത്തരത്തിലുള്ള സിംറ്റംസ് ആണ് നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. പക്ഷെ നമ്മളൊന്നും അതിനൊന്നും കെയർ ചെയ്യുന്നുണ്ടാവില്ല. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിന് നോട്ടം വിടുന്നുള്ളത്. ആണോ? അങ്ങനെ നോട്ടം വിട്ട ആളുകളാണോ? കുറെ കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അങ്ങനെയുള്ള ആളൊന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട്. ഏ? ഈ ഒരു ഹോർമോൺസ് ജസ്റ്റ് ഒരു ഹോർമോൺസ് മാത്രമല്ല, അതിന്റെ റൂട്ട് കോസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റൂട്ട് കോസ് നമ്മുടെ ശരീരത്തിൽ ഓരോന്നിനും ഓരോരോ കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഓർഗൻസും ഓരോരോ രീതിയിലുള്ള ഒരു കണക്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ റൂട്ട് കോസ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളുടെ വീട്ടിൽ നിന്നായിരിക്കാം, നമ്മുടെ സമൂഹത്തിൽ നിന്നായിരിക്കാം, നമ്മളുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളുകളിൽ നിന്നായിരിക്കും. ഏതെങ്കിലും ഒരു ചെറിയൊരു സെന്റൻസ് ആയിരിക്കാം, ചെറിയൊരു വിഷയമായിരിക്കാം, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ സങ്കടപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുള്ള ആ ഒരു സ്ട്രെസ് എടുക്കുന്ന ഒരു അവസ്ഥ, അത് മുഖത്ത് പ്രകടിപ്പിക്കാണ്ട് ഉള്ളിൽ ഒതുക്കുന്ന ഒരവസ്ഥ, ആ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ അതേപോലെ ഒരു ഡാറ്റ ആയിരിക്കും, നിങ്ങൾ ഭക്ഷണം കറക്റ്റായിട്ട് ക്രമമായിട്ട് എടുക്കുന്നുണ്ടാവില്ല, ഭയങ്കരമായിട്ട് ക്രേവിങ്സ് കൂടുതലായിരിക്കും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതാണെങ്കിൽ. പക്ഷെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു ക്രേവിങ്സിനെ അവര് എന്താ പറയാ, പെട്ടെന്ന് നിർത്തിയിട്ട് ഫുള്ള് ഒരു ദിവസം തന്നെ ഇന്ന് നിർത്തണമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ നിർത്തിയിട്ട് പെട്ടെന്ന് അതെന്ത് ചെയ്യും, നമ്മുടെ ബോഡി റിഫ്ലക്റ്റ് ആവും. പിന്നെ കൂടുതൽ കൂടുതൽ നമുക്ക് ഷുഗർ ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. പെട്ടെന്ന് നിർത്താതെ സ്ലോലി സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും അതെന്ത് ചെയ്യുക, ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ആ ഒരു ഡയറ്റ് എന്ന് പറയുന്നുള്ള ആ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഷുഗർ ഐറ്റംസ് ഒക്കെ നമ്മൾ പെട്ടെന്നായിരിക്കും നിർത്തുന്നത്. പക്ഷെ അത് നമ്മളെ ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ പെട്ടെന്ന് നിർത്തുന്ന ഒരവസ്ഥയിലൂടെ വീണ്ടും നമ്മൾക്ക് അതേ ക്രേവിങ്സും പിന്നെയും നമ്മൾ വെയിറ്റ് ഗെയിനിങ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് സഡൻലി നിർത്തുന്ന ഒരവസ്ഥയായിരിക്കും. പക്ഷെ വീണ്ടും അതേ സ്റ്റേജിലേക്ക് അതേ ക്രേവിങ്സിലേക്ക് പോകും. അതെന്തുകൊണ്ട്? അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വീണ്ടും എനിക്ക് ആ ഒരു ത്വര, അത് കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. പിന്നെ അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകളിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഉറക്കം ശരിയാവാത്തൊരവസ്ഥ, കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല, കിടന്നാൽ തന്നെ പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ടാവില്ല, ഒരു 12 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുന്ന ഒരവസ്ഥ. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പകൽ സമയത്ത് പല രീതിയിലുള്ള എന്ത് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന് മെയിൻ്റെനൻസ് നടക്കണമെങ്കിൽ രാത്രി സമയങ്ങളിലാണ്. നമ്മളുടെ ക്ലോക്ക് ഉണ്ട്, ഓർഗൻ ക്ലോക്ക് എന്ന് പറയുന്നുണ്ട്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഓർഗൻ ക്ലോക്ക് എന്ന് പറയുന്നുണ്ട്. ആ തിയറി ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി, ആ ഒരു 4 മണി സമയത്താണ് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ മെയിൻ്റെനൻസ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്തായാലും റെസ്റ്റ് ഉണ്ടാവണം, നമ്മളുടെ ബ്രെയിൻ എന്ത് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ സമയത്ത് ബ്രെയിൻ ആക്ടിവേറ്റ് ഇരുന്നാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ മെയിൻ്റെനൻസ് നടക്കില്ല. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മെഷീൻ, കൊപ്ര മെഷീൻ ഉണ്ടാവും. അപ്പോൾ കൊപ്ര മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ ആട്ടിയെടുക്കുന്ന ഒരു ഇത്, അതിൽ 24 മണിക്കൂർ അത് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഇങ്ങനെ നമ്മൾ തള്ളി ഇട്ടിട്ടുണ്ടാവും, അതിന് ഒരു റെസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും, ആ ഒരു ഇഞ്ചിന് ചൂടായിട്ട് അതെന്ത് ചലനം ഇല്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നത്. സെയിം അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതിന് മെല്ലെ മെല്ലെ മെല്ലെയായിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ അതിന്റെ റൂട്ട് കോസിലൊക്കെ എന്തുണ്ട്, ഓരോരോ വ്യത്യാസങ്ങൾ വളർന്നുകൊണ്ട് വരും. അത് പുറത്തേക്ക് അത് ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മളുടെ ശരീരത്തിലേക്ക് കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അകത്ത് കടന്നിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുത്തുന്നുള്ള റൂട്ട് കോസ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി നമ്മളുടെ നാച്ചുറൽ ഹീലിങ്ങിലേക്ക് എങ്ങനെ വരാം? നോർമലി നമ്മൾ ഒരു പിൽസ് എടുക്കുകയാണെങ്കിൽ, ഒരു ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ അത് ടെമ്പററി റിഫ്ലക്റ്റ് ആയിരിക്കും. നോർമലി നമ്മൾ ഒരു പെയിൻ കില്ലർ എടുത്താൽ താൽക്കാലികമായിട്ട് നിങ്ങളില്ലെങ്കിൽ സാധാരണ ഒരു ഫീവർ വന്നു നമ്മൾ എന്താണ് തരുന്നുള്ളത്,
പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള ആ ഒരു ടാബ്ലറ്റ് ആയിരിക്കും തരാറുള്ളത് അല്ലെ, പെനഡോളിലോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും തരാറുള്ളത്. അപ്പൊ അത് കഴിച്ചാൽ ഒരു 4 മണിക്കൂർ ആ ഒരു പനി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നീട് അതേപോലെ 4 മണിക്കൂർ കഴിഞ്ഞാൽ സെയിം സിറ്റുവേഷൻ ആയിരിക്കും, പിന്നീട് വീണ്ടും പനി വരും. അത് അവിടത്തേക്ക് തന്നെ സപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു മെഡിസിൻസിലൊക്കെ. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാകാം. ഒരു ടാബ്ലറ്റ് എടുത്താൽ അതിന്റെ സൈഡ് എഫക്ട്സും ബെനിഫിറ്റ്സും ഒക്കെ നന്നായിട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാകും. പക്ഷെ അതിനൊക്കെ ഞാൻ കുറവ് പറയുന്നതല്ല. നമുക്ക് ചില സമയത്ത് നമ്മൾക്ക് ആവശ്യം വരും, ചൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ ആ ഒരു മരുന്നിനൊക്കെ അടിമയായാൽ പിന്നീട് നമ്മുടെ ശരീരം അതിന് അടിമയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹീലിംഗ്, നാച്ചുറൽ ഹീലിംഗ് എന്ന് പറയുന്നില്ല, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന TCM, ഈ ഒരു ആക്യുപങ്ക്ചർ എന്ന് പറയുന്നുള്ളത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. നമ്മളുടെ ശരീരം കൊണ്ട് തന്നെ എങ്ങനെ സ്വയം ചികിത്സിക്കാം എന്നുള്ള മെത്തേഡാണ് ഈ ഒരു നാച്ചുറൽ ഹീലിംഗിലൂടെ പറഞ്ഞു തരുന്നുള്ളത്. എത്ര ആൾക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ഒരു ടാബ്ലറ്റ്സിന്റെ സൈഡ് എഫക്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അതിൽ മനസ്സിലാവും നിങ്ങൾ ഹോർമോണൽ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ 6 മാസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയബറ്റിക് പ്രശ്നമുള്ള ആൾക്കാർക്ക് ടാബ്ലറ്റ് എടുക്കണ്ടെന്ന് പറയുന്നത് നമ്മൾ ടാബ്ലറ്റ് എടുക്കും. പക്ഷെ ആ ഒരു ഡയബറ്റിക് നമ്മളുടെ ആ ഒരു ഇൻസുലിൻ ലെവല് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നത്. ഒരു വർഷം 2 വർഷം കണ്ടിന്യൂസ് നിങ്ങൾ ഷുഗർ ടാബ്ലറ്റ് എടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് സ്ലോലി എന്തുണ്ടാവും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവും, ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഡൈജഷന് ടാബ്ലറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. പിന്നെ ഓരോരോ ഈ ഒരു കൈയൊന്നും പൊക്കാൻ പറ്റാത്തൊരവസ്ഥ, കൈ മൂവിങ് ചെയ്യുമ്പോൾ, കാല് മൂവിങ് ചെയ്യുമ്പോൾ ഓരോരോ ജോയിൻസ് പെയിൻ വരുന്നുണ്ടാവും. പിന്നെ ഉറക്കക്കുറവുണ്ടാവും. പിന്നെ പിന്നെ നമ്മളുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്നുണ്ടാവും, അയൺ കുറയുന്നുണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നേ കൂട്ടിക്കോണ്ടി വരും. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ അത് സൈഡ് എഫക്റ്റ് വരും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ എടുക്കണമെന്നോ നിർത്തണമെന്നോ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ അവരവരുടേതായ രീതിയിലുള്ള ഒരു എന്താ പറയാ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ്. നിങ്ങളെ അവയർനെസ് തരുന്നു എന്നുള്ളത് മാത്രം, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളതൊന്നുമല്ല. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം, ഏതൊക്കെയാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടത്, നിങ്ങളെ ലൈഫിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാട്ട് ഈസ് ആക്യുപങ്ക്ചർ? ആക്യുപങ്ക്ചർ എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. ഇതൊരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. ആ ഒരു ട്രഡീഷണൽ ചൈനീസ് TCM എന്ന് പറയുന്നില്ല, ഈ ഒരു ആക്യുപങ്ക്ചർ എന്ന് പറയുന്നുള്ളത് ചൈനയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അക്യുപങ്ക്ചർ എന്ന് പറയുന്നുള്ളത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ കുറേ മെരീഡിയൻ ചാനൽസ് ഉണ്ട്. അതിനെ സ്റ്റിമുലേഷൻ ചെയ്ത് കൊടുക്കുന്നത്, അതിനെ ബാലൻസ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഇതിലൂടെ. നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി എന്ന് പറയുന്നുള്ളത് നമ്മളുടെ ഒരു വിരലനക്കാൻ പോലും എനർജി വേണം. ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് ആ എനർജിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഓരോരോ ഓർഗൻസും ഓരോരോ കാര്യങ്ങൾ എന്നുള്ളത് ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പൊ അതിന് എന്തെങ്കിലും കോട്ടം തട്ടിയാലാണ് ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ എനർജി ഡെഫിഷ്യൻസി ഉണ്ടാവും. എനർജി ഡെഫിഷ്യൻസി നമുക്ക് ഓരോരോ ഓർഗൻസ് ഡെഫിഷ്യൻസി ഉണ്ടാവും, അല്ലെങ്കിൽ എക്സസ് ആവുന്ന ഒരു അവസ്ഥ. അതിനൊക്കെ മാനേജ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു അക്യുപങ്ക്ചറിലൂടെ ചെയ്യുന്നുള്ളത്. ഇത് സേഫ് ആണ്, എഫക്റ്റീവ് ആണ്, നാച്ചുറൽ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മെരീഡിയൻ മാസ്റ്റർ മെത്തേഡ്, എൻ്റെ ഓൺ മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് എന്ന് പറയും, മെരീഡിയൻ മാസ്റ്റർ മെത്തേഡ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെ ഒന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി തരും ഈ ഒരു മെത്തേഡിലൂടെ. കറക്റ്റായിട്ട് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യും. മെരീഡിയൻസിലൂടെ അതിനെ അക്യുപ്രഷർ പോയിന്റ് കൊണ്ട് അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള മെത്തേഡ് പറഞ്ഞുതരും. എന്നിട്ട് ഡെയിലി ഹീലിംഗ് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡിലൂടെ, മെരീഡിയൻ മാസ്റ്റർ മെത്തേഡിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇനി നിങ്ങളുടെ ആ ഒരു ഹോർമോൺസിനെ എങ്ങനെ ഹീൽ ചെയ്യിപ്പിക്കാം,
അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ്, ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് മെയിനായിട്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷുഗറി കണ്ടന്റ്. ഷുഗർ ആഡ് ചെയ്യാതെ ഭക്ഷണങ്ങൾ കഴിക്കുക. ഷുഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഷുഗർ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് ഒന്നും ആ ഒരു സാധനങ്ങളൊന്നും ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ അതേപോലെ നിങ്ങളുടെ റൊട്ടീൻസിൽ ഫ്ലാക്സ് സീഡ് ഇൻക്ലൂഡ് ചെയ്യുക. കുറച്ച് കുറയൊന്നുമല്ല, ആവശ്യത്തിന് ഫ്ലാക്സ് സീഡ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതേപോലെ ഈറ്റ് റെയിൻബോ വെജീസ്, റെയിൻബോ കളറിലുള്ള വെജീസ് ഒക്കെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അത് കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക. നമ്മൾ പച്ചക്ക് കഴിക്കുന്നതിനേക്കാളും ബെനഫിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ നമ്മളുടെ സെൽഫായിട്ട് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഹോർമോൺ റീസെറ്റ് ആക്യുപ്രഷർ. നമ്മളുടെ ഹോർമോണിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്യുപ്രഷർ പോയിന്റിൽ പ്രഷർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഹീലിംഗ് ബ്രീത്ത് വർക്ക്, നമ്മൾ ഹീൽ ചെയ്യുന്ന ബ്രീത്തിങ് എക്സസൈസിലൂടെ നമ്മളുടെ ആ ഒരു എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് അതിനെ ഹീൽ ചെയ്യിപ്പിക്കും. പിന്നെ അതേപോലെ ഡെയിലി നമ്മളുടെ റൊട്ടീൻസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു ഹെൽപ്പിംഗ് ആണ്, ഈ ഒരു സെൽഫ് ഹെൽപ്പിംഗ് ടെക്നിക്സ് ആണ് ഈ ഒരു മെരീഡിയൻ മാസ്റ്ററിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നുള്ളത്? ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, നമ്മൾ സ്ത്രീകള് കൂടുതലായിട്ടും കോമൺ മിസ്റ്റേക്ക് ആയിട്ട് കാണപ്പെടുന്നുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് മുമ്പേ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള സൈനിങ് ആയിട്ട് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാവും. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഓവർ മെഡിക്കേഷൻ എടുക്കും. അതിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിലും പല പല രീതിയിലും ഒരാൾക്ക് തന്നെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാതെ പല രീതിയിലും ഓരോരോ ആളെ ഇങ്ങനെ ഇങ്ങനെ വ്യത്യാസമായിരിക്കും. നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഏതൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഒരാളടുത്ത് പോയാൽ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് അത്രയ്ക്കും വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോരോ ശരീരവും ഓരോരോ വ്യത്യാസമായിട്ടുള്ളതാണ്. ഒരു ശരീരം പോലെയല്ല മറ്റൊരു ശരീരം, ഡിഫറെൻ്റ് ആണ്. അവരുടെ കൾച്ചർ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഡെയിലി റൊട്ടീൻസ് എല്ലാം വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ അവരുടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും, മോഡേൺ ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ആയുർവേദിക് ആണെങ്കിലും യുനാനി ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ അവരുടെ തന്നെ പോവുക. ഒരു ഡോക്ടറിനെ കണ്ടു, ഒരാഴ്ച രണ്ടാഴ്ച ട്രീറ്റ്മെന്റ് എടുത്ത് കുറഞ്ഞില്ല, വേറൊരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ചെയ്യാതെ നിങ്ങളൊരു ഒരു ഒരു ഹീലിംഗ് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുക, അതിൽ വിശ്വസിക്കുക. ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലൂടെ ക്യൂർ ചെയ്യുക, അല്ലേ? നിങ്ങൾ ഒരാൾ പറഞ്ഞു അവർ പറയുന്നത് കേട്ട്, ഇപ്പുറത്തെ ഒരാൾ പറഞ്ഞു ഇപ്പുറത്ത് പറയുന്നത് കേട്ട്, അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ അസുഖത്തിനുള്ള ഒരു വിശ്വാസക്കുറവായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ എന്താണ് സംഭവിക്കുന്നുള്ളത്, അത് ഏത് ചികിത്സയിലൂടെ ക്യൂറാവും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മൾ മനസ്സിൽ ആദ്യം വരേണ്ടത്. അപ്പൊ നിങ്ങളൊരു ട്രീറ്റ്മെന്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യത്യാസം കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്വാസമാണ്. ഈ ഒരു ചികിത്സയിലൂടെ എൻ്റെ ശരീരം മൊത്തത്തിൽ ക്യൂറാവും എന്നുള്ള ആ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും. ആ ഒരു രോഗാവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാവും എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എത്ര ആൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ആണോ? നിങ്ങളൊരു ഡോക്ടറിന്റെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ പോകുന്നുള്ളത് മനസ്സിലാവും, ആ അവള് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കാം എന്നുള്ള ആ ഒരു മനസ്സോട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് ക്യൂർ ആവുമെന്ന് ഞാൻ നിങ്ങൾക്ക് വിശ്വാസം തരുന്നില്ല. അതിന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഒരു മിറാക്കിളായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. വിശ്വാസം അർപ്പിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലുള്ള മിറാക്കിളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ ട്രീറ്റ്മെന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിച്ചിട്ട് അതിലൂടെ ക്യൂറാവും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ ആ ഒരു മനസ്സോടെ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്യൂറാവും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ബോഡിയിലേക്ക് നിങ്ങൾക്ക് എത്തും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആ ഇമോഷണലി ഉള്ള ആ ഒരു സംഭവത്തെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിലൂടെ മാറും എന്നുള്ള ആ ഇമോഷൻസ് കൊണ്ടുവരാം. നമ്മുടെ ശരീരത്തിലുള്ള പല ഇമോഷൻസ് കൊണ്ടുവരും.
ഇതിലൂടെ പോവും ഇല്ലേ? ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ ഒക്കെ കടന്നു പോകും. ഇതിനൊക്കെ മാറ്റിയെടുത്തിട്ട് ആ ഒരു വേവ് ലെങ്ത്തോടെ ഓരോന്നോരോന്ന് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അല്ലെ? ഹേർട്ട് ബീറ്റ് ഇങ്ങനെയാണ് ഉള്ളത്. കൂടിക്കൊണ്ട് ഇങ്ങനെ സ്ലോ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു വേവ് ലെങ്ത്, ആ ഒരു കടലിന്റെ ഓളത്തോടെ, ആ ഒരു വെള്ളത്തിന്റെ ഓളത്തോടെ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യാ മൂവ് ചെയ്യിപ്പിക്കാൻ വിടാന്നുള്ളതാണ്. ഇനി നമ്മളുടെ ഈ ഒരു ജേണി എങ്ങനെ തുടങ്ങാം? ഏഹ് നമ്മളുടെ ഈ ഒരു മെരീഡിയൻ മാസ്റ്റർ മെത്തേഡിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സഫോമി സോൾ എന്ന കമ്മ്യൂണിറ്റിയുടെ പേര് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അത് ഇതിലൂടെ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്താൽ, സിൽവർ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആക്സസ് ആണ് കിട്ടുക. അതേപോലെ 3 months ഹീലിംഗിന്റെ ആ ഒരു പ്ലാനും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണലി ഗൈഡൻസ് ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അവസാനം നിങ്ങൾക്ക് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജേണി നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നാച്ചുറൽ ഹീലിംഗ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസിനെ പ്യൂറായിട്ട് മാറ്റിയിട്ട് ഒരു കുഞ്ഞിക്കാലം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ കുഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രത്തിൽ ജന്മം കൊടുക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവസാനം ഞാൻ ആ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആക്സസിലേക്ക് വരിക. 3 മാസത്തെ ആ ഒരു ഹീലിംഗ് പ്ലാൻ എടുക്കുക. ആ ഒരു സിൽവർ മെമ്പർഷിപ്പ് എടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പോകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പ് തരും. ഇനി ഇതിന്റെ ഫ്രീ റിസോഴ്സ് എന്ന് പറയുന്നുള്ള ആ ഒരു മെമ്പർഷിപ്പിലൂടെ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെബിനാർ ഉണ്ടാവും. പിന്നെ അതേപോലെ വീക്ക്ലി മീറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മളുടെ റീൽസിലൊക്കെ പുതിയ കാര്യങ്ങളും അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതേപോലെ പല സംശയങ്ങളും നമ്മളുടെ ലൈഫിൽ കടന്നു പോകുന്നുണ്ടാവും. അതിനൊക്കെ ആൻസർ കിട്ടാതെ നമ്മൾ ഓരോരോ റിസർച്ചിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിളിൽ പോകും, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള തെറ്റായ ഒരു രീതിയിലുള്ള ആൻസേഴ്സിലേക്കൊക്കെ പോകും. പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് സപ്പോർട്ട് കിട്ടും. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതൊക്കെ നിങ്ങൾക്ക് അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നുള്ളത്, ആ ഒരു വിഷൻ എന്ന് പറയുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം സ്ത്രീകള് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുണ്ട്. PCOD, PCOS, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളെ നാച്ചുറൽ ഹീലിങ്ങിലൂടെ അത് സാധിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നുള്ളത്. എൻ്റെ ഈ ഒരു ജേണിയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. ആരോടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഒരു റൂമിനകത്ത് അടച്ചിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നതായിരിക്കും. പുറത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചു കൊള്ളുന്നു, പക്ഷെ ഉള്ളിലൂടെ ഭയങ്കരമായിട്ട് സങ്കടം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആ ഒരു കെട്ടിക്കിടന്നാല് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഹോർമോണൽ ഇംബാലൻസിന് മാറ്റം വരില്ല എന്നുള്ളതാണ്. അതിനെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാ ലൈഫ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെയെങ്കിൽ. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നുന്ന ആളുകൾ കമന്റ് ചെയ്യുക. ഞാൻ അവസാനം നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇടാം. നിങ്ങൾ ഏത് ഫീലിങ്സിലൂടെ കടന്നു പോകുന്നു എന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇനി അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുള്ളത് നമ്മളുടെ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്താണോ ഇഷ്യൂ അതൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്, അക്യുപങ്ചർ പെയിൻഫുൾ ആണ്. ഒരിക്കലുമല്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ സ്വയം എങ്ങനെ ചികിത്സിപ്പിക്കാം എന്നുള്ളൊരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്.
നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി, കുറേ ആൾക്ക് പ്രഗ്നൻസിയിലൊക്കെ കടന്നു പോകുന്ന മൂഡ് സ്വിങ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരു പ്രഗ്നൻസി ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്യുപ്രഷർ തീർച്ചയായും ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ഒരു ഹീലിംഗ്, ഈ ഒരു നാച്ചുറൽ ഹീലിങ്ങിന് ലൈഫിൽ കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പഠിച്ച ഒരാളടുത്ത് മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇനി ഞാനൊരു കൺസൾട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ 1-to-1 കൺസൾട്ടേഷൻ ആണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ തയ്യാറാണ് നാച്ചുറൽ ഹീലിങ്ങിന് വേണ്ടി? നിങ്ങൾ തയ്യാറാണോ? ഇങ്ങനെ ഒരു നാച്ചുറൽ ഹീലിംഗ് ലൈഫിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഹീലിങ്ങിൽ നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് എൻ്റെ ഞാനും നിങ്ങളും മാത്രമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമാണ്. എനിക്ക് ഒരു 1000 എൻക്വയറീസ് വന്നാലൊന്നും ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമാണ്. ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ നിങ്ങൾക്ക് 1-to-1 കൺസൾട്ടേഷൻ ഫ്രീ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 1-to-1 കൺസൾട്ടേഷൻ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സപ്പോമി സോളിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാവും. ഈ ക്ലാസ് കേൾക്കുന്ന, ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നുണ്ടോ? പല സമൂഹത്തിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് കൊണ്ട് ബുദ്ധിമുട്ടുകാരായിരിക്കാം. അല്ലെങ്കിൽ തന്നെ സ്വന്തം പാർട്ട്ണർ തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ച് പോകുന്ന ഒരവസ്ഥയിൽ നിന്നും നമ്മളും ഭയങ്കരമായിട്ട് അത് റിഫ്ലക്റ്റ് ആവും അല്ലേ? ഒരു പാർട്ട്ണറിൽ നിന്ന് നമ്മൾക്ക് സെയിം സാധനം നമ്മൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു റിഫ്ലക്ഷന് നമ്മൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഇങ്ങനെ അകത്തു നിന്ന് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു സങ്കടത്തോടെ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ഹെവി ബ്ലീഡിങ്, അല്ലെങ്കിൽ ബ്ലീഡിങ് കറക്റ്റായിട്ട് അവസ്ഥ, ആ ഒരു മെൻസ്ട്രുവേഷൻ സൈക്കിൾ കറക്റ്റായിട്ട് ആവാത്ത ഒരവസ്ഥ, പലതരത്തിലെ മൂഡ് സ്വിങ്സ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ആങ്കർ ഇഷ്യൂസ്, ഫ്രസ്ട്രേഷൻ, പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉള്ള ആളുകളാണ്. ഷുഗർ ഐറ്റംസ്, കോൾഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളുകൾ, എത്ര ഭക്ഷണം കഴിച്ചാലും തികയാത്തൊരവസ്ഥ, അപ്പോഴായിരിക്കും നമ്മളുടെ വെയിറ്റ് കൂടി വരുന്നൊരവസ്ഥ. പക്ഷെ നമ്മൾ മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ മൂഡ് സ്വിങ്സ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്താ വേഗം പോയിട്ട് എന്തെങ്കിലും കഴിക്കും അല്ലേ? കാണും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടി വി കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സ്ലോലി നമ്മൾക്ക് മനസ്സിലാവില്ല. കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ നമ്മളെ റൂട്ട് കോസ് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഹോർമോൺ ഇംബാലൻസിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. മെഡിസിൻസ് എടുത്തിട്ടുണ്ടാവും, ഹോർമോൺ ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ടാവും, ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ വെയിറ്റ് മാനേജ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ എക്സസൈസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ആ ഇമോഷൻസ് കൂടി ബാലൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഇമോഷൻസ് മെഡിറ്റേഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്തിട്ടുണ്ടാവും, ആ ഇമോഷൻസും കൂടി ബാലൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള എനർജി ഫ്ലോ, ആ ഒരു ഗർഭപാത്രത്തിലേക്കുള്ള എനർജി ഫ്ലോ ബ്ലോക്കേജ് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു എനർജി ബ്ലോക്കേജ് ഉള്ളിടത്തോളം കാലം ആ ഒരു എനർജി ബ്ലോക്കേജിനെ റിലീസ് ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിഫിക്കൽറ്റീസിന് റിലീഫ് ഉണ്ടാവും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ ഒരു ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ റിലീഫ് ചെയ്യിപ്പിക്കാം, എങ്ങനെയാണ് അതിനുള്ളൊരു നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക, ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക, അതിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം.
നിങ്ങൾ പല എക്സസൈസ് എടുത്തിട്ടുണ്ടാവും നോർമലി. നിങ്ങൾ ജിമ്മിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ് എടുത്തിട്ടുണ്ടാവും എക്സസൈസ്. പക്ഷെ നിങ്ങൾക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ചെയ്തിട്ടുണ്ടാവില്ല. തീർച്ചയായും ഞാൻ പറയും, ചില ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു യൂട്രസിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലോക്കേജിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മെറിഡിയൻ മാസ്റ്റർ മെത്തേഡിലൂടെ അക്യുപ്രഷറിലൂടെ ചെയ്യുന്നത്. അത് നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്കിംഗ് ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും ആ ഒരു ഇമോഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഒരു കറക്റ്റ് നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഹിന്ദുസ് ആണെങ്കിൽ ടെമ്പിളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത്തരത്തിലുള്ള ഫേസ് ചെയ്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ ആ ഇമോഷൻസ്, ആ ഒരു സങ്കടം എത്രത്തോളം ഉണ്ടെന്ന്. നിങ്ങൾ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നുണ്ടാവും ചില രാത്രികളിൽ ഉറങ്ങാൻ പറ്റാതെ. കുട്ടികളായില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പോഴും നിന്റെ മെൻസസ് സ്റ്റോപ്പ് ആയില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ്. നിനക്ക് ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ലേ? നീ എന്നെ കാണാറില്ലല്ലോ അമ്പലത്തിലേക്ക്, നീ എന്തേ പോവാത്തെ, നീ എന്തേ വിളക്കെടുക്കാത്തെ എന്നുള്ളൊരു വീട്ടുകാരുടെ ഒരു കുത്തിവാക്കുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആയിരിക്കും. അവസാനം നമ്മൾ ബെഡിലായി പോകുന്ന ഒരവസ്ഥ, എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, തലകറക്കം, മൂഡ് സ്വിങ്സ്, ഹെവി ബ്ലീഡിങ്, എണീക്കാൻ പോലും പറ്റാത്ത, ഒരു ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഒന്ന് ബെഡിൽ കിടന്നാൽ മതി, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഫിസിക്കലി എന്തോ പറ്റിയിട്ടുണ്ട്, നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി അനുഭവിക്കും എന്നുള്ളത്. അതിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, ഇത് മാറാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ റൂട്ട് കോസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല. ആ സ്ട്രെസ് മാനേജ് ചെയ്തിട്ടുണ്ടാവും. ആ സങ്കടം നിങ്ങൾ ഇങ്ങനെ ശരീരത്തിലൂടെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഒരു സമാധാനം ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതാണ് പറയുന്നുള്ളത്. നമ്മളുടെ ശരീരം പ്രകൃതിയോടും കൂടി ഇണങ്ങിയിട്ടുള്ളതാണ്. ആ ഒരു പ്രകൃതിയോടും കൂടി ഇണങ്ങിയിട്ട് നാച്ചുറലി നമ്മുടെ ശരീരത്തെ ആ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാം. അതിനെങ്ങനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട് അവർക്കും കൂടി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അവർ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം കണ്ട ആ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായും നിങ്ങളിലൊരു മിറാക്കിൾ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത് തീർച്ചയായും ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. അതിന് കാത്തിരിക്കുക, ആ ഒരു മനസ്സോടെ, ആ ഒരു സ്പിരിച്വൽ കണക്ഷനോടെ. നിങ്ങൾ ഏതാണോ മതവിശ്വാസി, ആ ഒരു മതവിശ്വാസിയാവുമ്പോൾ നമ്മൾ ഒരു സ്പിരിച്വൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ വിശ്വസിച്ച് ആ ഒരു കണക്ഷൻ നിന്നിലേക്ക് എത്തിയാൽ തീർച്ചയായും ആ ഒരു ദൈവികം എന്ന് പറയുന്നുള്ള ആ ഒരു അള്ളാഹു അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിലേക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകും എന്നുള്ളത് തീർച്ചയായും ആ ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. എത്ര ആൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ആഗ്രഹിച്ചിട്ട് നല്ല മനസ്സോടെ അതിനു വേണ്ടി ആ ഒരു ബോഡി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ, അല്ലേ, നമ്മൾ ഒരു കുഞ്ഞ് നമ്മൾ പ്രഗ്നന്റ് ആയാല് നമ്മൾ അതിനു വേണ്ടി ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് വരെ നമ്മൾ പല രീതിയിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മെന്റലി ആയാലും ഫിസിക്കലി ആയാലും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നു. അതേപോലെ കുഞ്ഞ് വരുന്ന നമ്മളെ ഗർഭപാത്രത്തില് കുഞ്ഞിന്റെ ആ ഒരു ജന്മം പ്രകാശിക്കുമ്പോൾ തന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ആ ശരീരത്തെ സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിന് ശേഷമുള്ളൊരു സുഖം അതൊരു വേറെ തന്നെയാണല്ലോ അല്ലെ. പ്രവാസിയായിരുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരു വർഷമൊക്കെ കാത്തിരുന്നിട്ട് ആ ഒരു പാർട്ട്ണറിനെ കാത്തിരുന്നിട്ട് അന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു മൊമെന്റ് വല്ലാത്തൊരു ഫീലായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിനും ആ ഒരു മൊമെന്റ് ഇങ്ങനെ ജേണിയിലൂടെ ആ ഒരു സ്നേഹത്തോടെ, സാന്ത്വനത്തോടെ, മനസ്സറിഞ്ഞ് അതിന് കാത്തിരുന്ന് സ്നേഹത്തോടെ നമ്മുടെ ശരീരത്തിൽ തന്നെ സ്വയം ദുഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തെ തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ശരീരം എന്തേ ഇങ്ങനെ എന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാണ്ട് പോസിറ്റീവായിട്ട് എൻ്റെ ശരീരം യുണീക്കാണ് എന്നുള്ള ആ ഒരു തോട്ട്സോടെ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയായും ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ചില ആളുകൾക്കെങ്കിലും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. അപ്പൊ ആ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി, ആ ഒരു ഗർഭപാത്രത്തിലൊരു പ്രകാശം കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ ബോഡി ഒന്ന് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി കാത്തിരിക്കുക. ആ ഒരു മിറാക്കിൾ ഒരു ദിവസം സംഭവിക്കും തീർച്ചയായും. അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ. ഒരു ഒരു ബിസിനസ് ചെയ്തു തകർന്നു, പിന്നെ ഒരു ബിസിനസ് ചെയ്തു തകർന്നു, തരിപ്പണമായി, ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പുറത്തെ ബാങ്കിന്റെ കോൾ, ഇപ്പുറത്തെ ബാങ്ക് ജപ്തി, നമ്മളുടെ വീട് ജപ്തി, നമ്മളുടെ അത് ഇത് മക്കള്, കുടുംബം അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോയിട്ട് ഒരു കാലത്ത് ആള് തകരാതെ ആ ഒരു എനർജിയോടെ മുമ്പോട്ട് പറ്റും, എന്നെ കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് ആ ഒരു സ്പിരിച്വൽ കണക്ഷനും അതിൻ്റെ ആ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇവർ മുമ്പോട്ട് കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് തീർച്ചയായും ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവില്ലേ അല്ലേ. നമ്മൾ പരാജയപ്പെടുന്നതിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, ഗ്രോത്തിലേക്ക് പോകുന്നുള്ളത്, ആ ഒരു ഫ്രീഡമിലേക്ക് പോകുന്നുള്ളത് ആണോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുക, നമുക്ക് എന്നുള്ള തകർച്ച ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അതിനൊക്കെ തരണം ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാ, നമ്മുടെ ശരീരത്തെ വ്യത്യാസമാക്കി കൊണ്ടുവരാം, ലൈഫിൽ മാറ്റം കൊണ്ടുവരാം. തീർച്ചയായും അത് നിങ്ങളുടെ ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും ഈ ഒരു നാച്ചുറൽ ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് ലൈഫിലൊരു ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു കുഞ്ഞിക്കാലിന്റെ സ്വപ്നം ഈ ഒരു ഹീലിങ്ങിലൂടെ, ഈ ഒരു പ്രകൃതിദത്ത ചികിത്സയിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ഒരു ഗർഭപാത്രത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ തീർച്ചയായും ഉറപ്പു തരുന്നുണ്ട്. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ബൈ. താങ്ക് യു സോ മച്ച്. ഡു ഫോളോ, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഇത്രയും അനുഭവിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു. ബൈ.